റിലയൻസ് ആണ്. റിലയൻസിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും പലപ്പോഴും പല അനലിസ്റ്റുകളും വിലയിരുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്, അതായത് ഈ ഒരു റിലയൻസ് ഓഹരികൾ കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വന്നാൽ മാത്രമാണ് ഈ നിഫ്റ്റി 50 അടക്കം ആ ഒരു ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ റിലയൻസിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും നമുക്കൊരു ഇടിവാണ്, ഏകദേശം ഒരു 0.5% ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. 1512 എന്നൊരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അണ്ടർ പെർഫോമിംഗ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ 9th ജൂലൈയിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 52 ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് വളരെ ഹെൽത്തി ആയിട്ടൊരു കറക്ഷൻ മോഡിൽ പോകുന്ന ഒരു ഓഹരി കൂടിയാണിത്. സോ റിലയൻസ് ഇൻഡസ്ട്രീസിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂ എന്താണ്? സ്റ്റഡി പർപ്പസിനായി ഈ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ 8th ഒക്ടോബറിലാണ് ഒരു പ്രോപ്പർ മദർ ക്യാൻഡിൽ ഫോം ചെയ്തത്. അതിനുശേഷം കണ്ടിന്യൂസ് പ്രൈസ് കോൺട്രാക്ഷൻ ക്യാൻഡിൽസ്, അതിനുശേഷം ആ ഒരു ബോക്സ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്ത്, അതായത് 1389 എന്ന ലെവൽ മറികടക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിനെയാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം അതിന് നെക്സ്റ്റ് ഹഡിലായ 1422 എന്ന മേഖലയും മറികടന്ന് ഒരു കണ്ടിന്യൂസ് അപ്സേ റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലാർജർ ലെവലിലും അതായത് ഹയർ ലെവലിലെല്ലാം 1508 എന്ന ഹഡിലും റീസെൻ്റ്ലി മറികടക്കാൻ സാധിച്ചു. അങ്ങനെ മാർക്കറ്റിൽ ഓവറോൾ ഒരു ലീഡിംഗ് ആയി ഷോർട്ട് ടൈമിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓഹരിയിൽ. എന്നാൽ ഇപ്പോൾ ഒരു ഹയർ ലെവലിൽ നേരിയ തോതിലുള്ള ഒരു റിജക്ഷനാണ് ഫോം ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മേ ബി 1508 എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മേ ബി ഈ ഒരു സോണിൽ നിന്നും പ്രോപ്പർ റീടെസ്റ്റ് ക്യാൻഡിൽ വിത്ത് ഹൈ വോളിയം ഫോം ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ മൊമെന്റം റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്.